ആക്ഷൻ മെയിൻ ആണ്, അടിപൊളിയാണ്. അടിപൊളി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു പ്രാവശ്യം വന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് സാധനം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഇപ്പോൾ ഒരു തമിഴ് സിനിമയായിട്ടൊക്കെ വന്നിരുന്നുണ്ടെങ്കിൽ. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ വീണ്ടും ഒരു വെള്ളിയാഴ്ച നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇത്തവണ പീറ്റർ ഹെയിൻ്റെ ആക്ഷനിൽ എത്തുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഇടിപ്പടം റിലീസിന് എത്തുന്നുണ്ട്, ഇടിയൻ ചന്തു. അപ്പോൾ ഇടിയൻ ചന്തു കണ്ടിറങ്ങിയ ഓഡിഷനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ ഇടിയൻ ചന്തു റിവ്യൂ. അങ്ങനെ ഫൈറ്റ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു പ്രാവശ്യം വന്ന് നോക്കാം. നമുക്ക് ഒരു പ്രാവശ്യം ഒരു പുതിയ സ്റ്റൈലിലായിരുന്നു ഉള്ളായിരുന്നു, പിള്ളേർക്കെല്ലാം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സ്റ്റോറി? ത്രില്ലർ വൈസ് ആണോ അതോ റിവെഞ്ച്? എങ്ങനെ? അത് നമ്മൾ ത്രില്ലർ വൈസ് എടുക്കാൻ പറ്റും, റിവെഞ്ച് ഒന്നും പറയാൻ പറ്റില്ല. കൊള്ളായിരുന്നു. നമ്മൾ ഒരു പ്രാവശ്യം വന്ന് നോക്കാം. മേക്കിംഗ് ഓക്കെ ആണ് ചേട്ടാ. ക്ലൈമാക്സിൽ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെ? ഫൈറ്റ് അത്രയും കൊള്ളായിരുന്നു. എല്ലാം അത് പടം കണ്ടല്ലേ നമ്മൾക്ക്. ആക്ഷൻ മെയിൻ ആണ്, അടിപൊളിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഒരു മൊത്തം അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെ? ഒരു ത്രില്ലർ മൂഡാണോ ഒരു റിവെഞ്ച് മൂഡാണോ? റിവെഞ്ച് മൂഡാണ്, ത്രില്ലർ ആയിട്ടാണ്. ഫുൾ ത്രില്ലർ. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? ആക്ഷൻ ആയിരുന്നല്ലോ മെയിൻ. അടിപൊളി എങ്ങനെ? ത്രില്ലർ ആയിട്ടാണോ പോകുന്നത് അതോ വേറെ? അത് വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൊണ്ട് പറ്റില്ല, വേറെ ഉള്ളതാണെങ്കിൽ ഓക്കെ ആയിരുന്നേ. പക്ഷെ ഒരു ഗുമ്മില്ല. പിള്ളേരൊക്കെ ഇങ്ങനെ ഇടി ഉണ്ടാക്കി ബോംബൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? ലോജിക് മിസ്റ്റേക്ക് ഉണ്ട്. കഥ എങ്ങനെയുണ്ട്? കഥ വയസ്സ് കഥ ഇല്ലടാ ഇല്ല. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഓക്കെയാണ്, കണ്ടിരിക്കുക. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കുക. അത്ര തന്നെ, വൺ ടൈം വാച്ചാണ്. ഓക്കെയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ കുഴപ്പമില്ല. മൂവി എന്നുള്ള രീതിയിൽ ചെറിയ ബഡ്ജറ്റ് മൂവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചിന് ഓക്കെ, കുഴപ്പമില്ലാത്തൊരു പടം. കാര്യം ചെറിയൊരു, അതായത് +2 കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഉള്ളൊരു കാഴ്ചപ്പാടിലുള്ളൊരു സ്റ്റുഡൻസും അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു പോണത്. പക്ഷേ നല്ലൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അത് എവിടെയൊക്കെയോ ഒന്ന് മിസ്സായി. പിന്നെ പീറ്റർ ഹെയിൻ്റെ ഒരു ആക്ഷൻ ആയിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കണ്ടത്. അതെങ്ങനെയുണ്ട്? അത് ആക്ഷന് പറച്ചില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധനം ഇഷ്ടം പോലെ അവർക്ക് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അതാണ് പ്രതീക്ഷ. കക്ഷി അങ്ങനെ ഒരു നല്ല സീക്വൻസുകൾ കണക്ട് ചെയ്യും, അങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്കതൊരു എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു വിചാരിച്ചു. പക്ഷേ അത് എവിടെയും വന്നില്ല. ടോട്ടലി കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ സിറ്റുവേഷണൽ കോമഡിയൊക്കെ നമുക്ക് ചിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതിനകത്ത് സാധനം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഇപ്പോൾ ഒരു തമിഴ് സിനിമയായിട്ടൊക്കെ വന്നിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഈ ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത് മതി അവർക്ക്. പക്ഷെ അതിവിടെ എവിടെയും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. വിഷ്ണുവിൻ്റെ ഒരു നായകനായിട്ടുള്ള ഇതൊക്കെയുണ്ട്. പുള്ളിൻ്റെ ക്യാരക്ടർ ഈ പടത്തിന് ഉണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടർ ഈ സിനിമയിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സംഭവം കണ്ടന്റ് അവരുടെ കയ്യിൽ നല്ല സാധനമുണ്ട്, പക്ഷെ അത് മേക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്തൊക്കെയൊക്കെയോ സംഭവിച്ചു. കുഴപ്പമില്ല, ഒരു തവണ കണ്ടിരിക്കാം. അത്രേ ഉള്ളൂ. അങ്ങനെ ഈ ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ഷൻ സീൻസ് ഒക്കെ അങ്ങനൊന്നും അത്ര ഒന്നും ഇല്ല, എങ്കിലും കുഴപ്പമില്ല. ഇടിയൻ ചന്തു എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ കുഴപ്പമില്ല, ആവറേജ് ആയിരുന്നു. കഥ കുറവാണ്. കഥ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സിനിമ എൻഗേജിങ് ആയാൽ. സിനിമ അടുത്ത് സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നൊക്കെ പറയുന്നത് എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫ്രണ്ട്സ്, അങ്ങനെ ഇടിയൻ ചന്ത് കണ്ടിറങ്ങിയ ഓഡിഷൻ്റെ റിവ്യൂ ഒക്കെ കേട്ടല്ലോ, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ട ഒരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.